ആരാ പറയാ? ഫസ്റ്റ് ഇവിടെ തുടങ്ങട്ടെ. എനിക്ക് എന്റെ എക്സ്പീരിയൻസ് പറഞ്ഞാൽ എനിക്ക് സ്ലാപ്പ് കിട്ടി. അതായത് ഒരടി കിട്ടിയോൾക്ക് പിന്നെ ഒരാൾക്ക് കിസ്സൊക്കെ കിട്ടിയിട്ടുണ്ട്. ഒന്നൊന്നര അടിയായിരുന്നു. പിന്നെ ഗൈസ് ഞങ്ങൾ ഫസ്റ്റ് ഒരു 1 വീക്ക് പോയപ്പം കുറച്ച് ചടപ്പൊക്കെ ഉണ്ടായിരുന്നു. ഫസ്റ്റ് ഒന്നും ഞങ്ങൾക്ക് ഫോണില്ല, പിന്നെ ഫുഡ് ഒന്നും അടുതാവണില്ല, അത് സെറ്റ് ആവണില്ലായിരുന്നു. പിന്നെ ബാക്കിയുള്ള 2 ആഴ്ച സൂപ്പർ. ഞങ്ങൾ മാക്സിമം എൻജോയ് ചെയ്തു. ഞങ്ങൾ കുറെ ഗെയിംസ് പഠിച്ചു, ലൈക്ക് വോളിബോൾ, റിലേ വായി നോക്കാൻ പഠിച്ചു, കളിച്ചു, ചീട്ട് കളിച്ചു. പിന്നെ ഏറ്റവും ഇമ്പോർട്ടന്റ് എന്താണ് അവിടെ റെസിഡൻസ് ഉണ്ട്, അവരുടെ സ്നേഹം ഞങ്ങൾ പിടിച്ചു പറ്റി. പിന്നെ ഞങ്ങൾക്ക് പ്രേതത്തെ കാണാൻ പറ്റി, ഓരോ പ്രേത കഥകൾ കേൾക്കാൻ പറ്റി. ഞങ്ങളൊരു ഫ്രണ്ട് എക്സ്പീരിയൻസ്. ചിലർക്ക് പേടിച്ചിട്ട് ഡ്രസ്സോട്ട് ഇറക്കി കണ്ടിട്ടില്ല. ഞാനാണ്. ചിലവരൊക്കെ പ്രേതം വിശ്വസിച്ചു, പക്ഷെ ചിലവരൊന്നും വിശ്വസിച്ചില്ല. ഞാൻ വിശ്വസിച്ചു. ചിലവരൊന്നും വിശ്വസിച്ചില്ല, എന്നാലും ചിലവരൊക്കെ നമുക്ക് എക്സ്പീരിയൻസ് ഇല്ലാണ്ടാക്കിയല്ലേ. അതെ. പിന്നെ ഞങ്ങൾ മിസ് ചെയ്യുന്നുണ്ട്, മിസ് ചെയ്യും. ഞങ്ങള് വരുമ്പോ തന്നെ അവര് ഭയങ്കര കരഞ്ഞിട്ടാണ് വന്നത്. ഓല് വേറെ കോളേജിൽ സ്റ്റുഡൻസ് ഒക്കെ ഉണ്ടെന്ന് അവരൊക്കെ മിസ് ചെയ്യുന്നുണ്ട്. എൻജോയ് ചെയ്ത് ഞങ്ങളപ്പോ 3 കോളേജൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ നമ്മള് വെള്ളിയാഴ്ച ദിവസം ഏറ്റവും കൂടുതൽ മിസ് ചെയ്യാറുണ്ട്. കാരണം ഓരോരുത്തർക്ക് എന്താണ് അവിടെ ഏറ്റവും കൂടുതൽ മിസ് ചെയ്യുന്നത്? അപ്പൊ ആദ്യം ഞാൻ പറയാം. അപ്പൊ അവിടെ ഏറ്റവും കൂടുതൽ എന്താ ഓരോരുത്തർ മിസ് ചെയ്യുന്നത്? ഞാൻ കോഫി, ഞാൻ അവിടുത്തെ ഫുഡ്, എന്താ രസം, അങ്ങനത്തെ കോഫി ഞാൻ നല്ലോണം മിസ് ചെയ്യുന്നുണ്ട്. കോഫി സൂപ്പർ ആയിട്ടോ. കാരണം ഞങ്ങൾക്ക് ഇവിടെ കോഫി കിട്ടാറില്ല. അപ്പൊ അവിടുത്തെ കോഫി കുടിക്കുമ്പോ ഭയങ്കര, ഞങ്ങള് 2-3 ഗ്ലാസ് കുടിക്കും. ഞാൻ വോളിബോൾ ആണ് മിസ് ചെയ്യുന്നത്. കാരണം നമുക്ക് ലാസ്റ്റ് ഒരു ദിവസം മാത്രമാണ് വോളിബോൾ കളിക്കാൻ പറ്റിയത്. അത് നമ്മൾ മോസ്റ്റ് എൻജോയബിൾ ആയിരുന്നു. അപ്പൊ പെട്ടെന്ന് അതിന്റെ പിറ്റേ ദിവസം ഇങ്ങോട്ട് വന്നപ്പോ തന്നെ ഇനി കളിക്കാൻ പറ്റില്ലല്ലോ എന്ന് ഓർത്തിട്ട് ഉള്ള മിസ്സിങ്. പിന്നെ ഞാൻ ചപ്പാത്തി മിസ് ചെയ്യുന്നുണ്ട്, രസം മിസ് ചെയ്യുന്നുണ്ട്, പായസം, സ്വീറ്റ്സ്, പിന്നെ കൊറേ ഞാൻ അവിടെ മിസ് ചെയ്യുന്നത് എല്ലാരും കൂടെ ഒരുമിച്ച് ഒരു റൂമിലായിരുന്നു. അപ്പൊ അടിപൊളിയായിരുന്നു. എല്ലാവരും ഞങ്ങൾക്ക് ഫോൺ ഇല്ലാത്ത ഞങ്ങൾ അവിടുന്ന് അറിഞ്ഞില്ല. പാതിയിട്ട് പിന്നെ മറന്നു. ഞങ്ങൾക്ക് ഫോണില്ലെങ്കിലും പ്രശ്നമില്ല, സെറ്റാണ്. ഞങ്ങളെല്ലാരും യൂണിറ്റിലെ ആൾക്കാരാ. അതൊരു കാര്യം പറയാനുണ്ട്, യൂണിറ്റിയുടെ കാര്യം. വേറൊരു കോളേജിൽ ഞങ്ങൾ കണ്ടിട്ടില്ല, പക്ഷെ ഞങ്ങളെ കോളേജിൽ എടുത്തു പറയാനുണ്ട്. ഇവിടെ ഞങ്ങൾ തന്നെയുള്ള യൂണിറ്റിയുള്ള ആൾക്കാര്. പിന്നെ കടവംസിൽ പോകുന്നവർക്ക് പ്രത്യേക ശ്രദ്ധയ്ക്ക് ഫുഡ് കഴിക്കാകുമ്പോ ഫസ്റ്റ് പോയ ചപ്പാത്തി കിട്ടും. അതെ, ഞങ്ങള് 12:30 ലൈൻ നിന്നാലും അന്ന് 1 മണിക്ക് ഫുഡ് കിട്ടുള്ളൂ. 1 മണിക്ക് അല്ലെങ്കിൽ 1:30. ഫുഡിന് വേണ്ടി എവിടെ അടി ഉണ്ടാക്കോ അവിടെ അങ്ങനെ. ഞങ്ങൾക്ക് ഇങ്ങനെ പെമ്പിളരാമ്പിളരൊന്നും ഇല്ലായിരുന്നു. ഞങ്ങൾക്ക് കൊറേ ഫൈറ്റ് ഒക്കെ ഉണ്ടായിട്ടുണ്ട് അവിടുന്ന്. ആ ഫൈറ്റ് ഞങ്ങൾക്കൊരു മറക്കാൻ പറ്റാത്തൊരു അനുഭവമായിരുന്നു. അവരെല്ലാരും ഞങ്ങൾക്ക് ഇത്ര എൻജോയ് ചെയ്യാൻ പറ്റൂലായിരുന്നു. അത് ശരിയാട്ടോ, ഫൈറ്റിനായിരുന്നു കേട്ടോ. ബാക്കിയൊക്കെ പിന്നെ അവിടുത്തെ റെസിഡൻസ് ഒക്കെ അടിപൊളിയായിരുന്നു. ഞങ്ങൾ വന്ന സമയത്ത് കെട്ടിപ്പിടിച്ച് കരച്ചിലൊക്കെ ആയിരുന്നു എല്ലാരും. എന്താണ് പിന്നെ അപ്പോ ഓണൊക്കെ എന്താ പരിപാടി? സുഖല്ലേ? പിന്നെ അടി കിട്ടിയ കാര്യം പറഞ്ഞായിരുന്നല്ലോ. അല്ല, ഏതോ ഒരു ക്ലൈന്റ് അത് ശരിക്കും അന്ന് നമുക്ക് പോസ്റ്റിംഗ് ഇല്ല, ഇല്ലാഞ്ഞിട്ട് രാവിലെ പോസ്റ്റിംഗ്. അപ്പൊ എല്ലാരും പറയും കിട്ടാനായിട്ട് വന്നതാണ്. അടി ചെയ്യുന്നത്. പിന്നെ അത് വേറെ ഡിസോർഡർ ആണ്, മൈൻഡാക്കണ്ട. ഈ അസുഖം കണ്ടുപിടിച്ചിട്ടില്ല. എല്ലാവർക്കും പെട്ടെടുണ്ടായിരുന്നു. അപ്പൊ കടവംസിൽ പോകുന്നവരൊക്കെ അടി ഉറപ്പാണ്. പിന്നെ ഇവിടെ ഒരാളുണ്ട്, നമുക്കൊരു പാട്ട് പാടി കൊടുത്താലോ അവർക്ക്? നമ്മുടെ ഒരു റെസിഡൻസിന് ഏറ്റവും ഇഷ്ടപ്പെട്ട ഞങ്ങൾക്ക് പ്രോഗ്രാംസ് ഒക്കെ ഉണ്ടായിരുന്നു. അവിടെ പ്രോഗ്രാംസ് ഉണ്ടായിനി. ഞങ്ങള്
ഗെയിം കളിച്ചു പിന്നെ കളിച്ചു സൂമ്പ കളിച്ചു. അവിടെ എപ്പോഴും സൂമ്പ ഉണ്ടാവും. ഞങ്ങൾക്ക് മാസ്റ്ററൊക്കെ ഉണ്ടായിരുന്നു സൂമ്പ കളിപ്പിക്കാൻ. ഞങ്ങൾ എപ്പോഴും പങ്കെടുക്കുമായിരുന്നു. സൂമ്പ പാട്ട് വെച്ച് അപ്പൊ പോകും. ഞങ്ങളായിരുന്നു അടുത്ത ഓളം. പിന്നെ അവിടെ ഞാവൽപ്പഴുണ്ട്, പേരക്ക ഉണ്ട്, എല്ലാവർക്കും ഫ്ലോറൻസിനോടാണ് താല്പര്യം. ഉണ്ടാക്കണം ദൃശ്യം. ശരിയാ ബാബു. ഞങ്ങൾ ഇവിടുന്ന് വരുന്ന ടൈമിലൊക്കെ കരഞ്ഞ് ഭയങ്കര സീൻ കഴിഞ്ഞ് അത് കെട്ടിപ്പിടിച്ച് പിന്നെ ലെറ്റർ ഒക്കെ എഴുതി. ഫ്ലോറൻസിന്റെ കോളേജിൽ കുട്ടികളെ പറ്റിയിട്ടുള്ള ലെറ്റർ ഒക്കെ എഴുതി തന്നെ നമുക്ക് ഭയങ്കര മിസ്സാവും, ഉറപ്പാണ്. കരഞ്ഞവര്. അപ്പൊ ഞങ്ങൾക്ക് ഭയങ്കര സങ്കടമായി. ഞങ്ങള് കരയാറായിരിക്കും. പക്ഷെ ഇന്നലെ പിടിച്ചിരുന്നു. കാരണം നമുക്ക് അവിടുത്തെ കൗൺസിലേഴ്സ് വരെ ഞങ്ങൾ മിസ് ചെയ്തു. പിന്നെ ഈ ജയിലിൽ കണ്ടപ്പോഴത്തേക്ക് പിന്നെ അവിടെ പൊട്ടാൻ തുടങ്ങി. അതുവരേക്കും ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ്.